വിഴിഞ്ഞം എം ഡി സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യറെ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി അങ്ങ് തെറിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനായി നിയമിച്ച രത്തൻ കേൽക്കറെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചതോടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും കോൺഗ്രസ് അടിമയെന്നാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് മംഗലാപുരത്ത് നടന്ന കൂടിക്കാഴ്ച, അതിനുശേഷം തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു. അതും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിമാർ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യാറില്ല എന്ന് വെച്ച് കൈകാര്യം ചെയ്തുകൂടാന്നല്ല. പക്ഷേ തുറമുഖവുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ വകുപ്പ് ഏറ്റെടുക്കുന്നു. ആ വകുപ്പിൽ ദിവ്യ എസ് അയ്യർ എന്നൊരു IAS ഉദ്യോഗസ്ഥ, കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് നേതാവായ ശബരിനാഥന്റെ ഭാര്യയാണ്. അതവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ടല്ല പറയുന്നത്, കഴിവുറ്റൊരു സ്ത്രീയാണ്. ഒരു തരത്തിലും ആരോപണം വിധേയമായിട്ടുള്ള സ്ത്രീയല്ല. വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ട് ആ വകുപ്പ് അല്ലെങ്കിൽ തുറമുഖ CMD പദവി വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ തെറിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അവരോട് ആകെ അവർക്കുള്ള ഒരു കീറിപ്പ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ പലപ്പോഴും അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ അനാവശ്യമായിട്ട്, കാര്യം ഇവർക്കെതിരെയും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ വിഴിഞ്ഞം തുറമുഖം CMD സ്ഥാനത്ത് അത്ര സത്യസന്ധമായിട്ടും അത്ര ആത്മാർത്ഥമായും ജോലി ചെയ്തിരുന്ന ഒരാളെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് മെയ് 1 ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ശബരിമല സ്വർണം കട്ട റെജി എന്ന വ്യക്തിയുമായി അങ്ങ് മംഗലാപുരത്ത് NDA നേതാവിന്റെ വീട്ടിൽ മോഡിയുടെ ചിത്രത്തിന് താഴെയിരുന്നു അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഭക്ഷണം കഴിപ്പ്, ഫോട്ടോഷൂട്ട് എന്നതിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം റിസൾട്ട് വരുന്നു. അതിനുശേഷം തുറമുഖ വകുപ്പ് സ്വന്തമാക്കുന്നു. ആ തുറമുഖ വകുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്തൻ കേൽക്കറിനെ തന്നെ അവിടെ ഇരുത്തുന്നു. അതിനുശേഷം കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു IAS ഉദ്യോഗസ്ഥയെയൊക്കെ തെറിപ്പിക്കുന്നു. അതും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ മാറ്റിയിട്ട് ഇങ്ങനെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെയൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കച്ചവടത്തിന്റെ മണം ഉയരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദാനിയെ എതിർക്കുമ്പോൾ അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവയെ കൂടിക്കാഴ്ച നടത്താൻ പോയി അവരുമായി എന്തോ ഡീൽ ഉണ്ടാക്കി അതിനുശേഷം വന്ന് മുഖ്യമന്ത്രിക്ക് ധനവകുപ്പും ഒപ്പം തന്നെ തുറമുഖ വകുപ്പും സ്വന്തമാക്കിയിരിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ധാരണകളുണ്ട്, എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. അതിന് വിഘാതമായിട്ട് ചിലപ്പോൾ ദിവ്യ നിന്നേക്കാം.